ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ഒരുപാട് തിരക്കിലൊക്കെ ആയി പോയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ബാക്ക് ടു ട്രേഡിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ ആഴ്ചയിലും വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. മാർക്കറ്റ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ എന്തെല്ലാം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗോൾഡ് നോക്കാം. നമുക്കറിയാം കഴിഞ്ഞ വീക്ക് ഗോൾഡ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത് 2049 മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. കഴിഞ്ഞ വീക്കിൽ നമുക്കറിയാം ഈ ഒരു ലോന്ന് അത്യാവശ്യം നല്ലൊരു ഹൈ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രൂപ്പ് വഴിയുള്ളവർക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവ്മെന്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിൽ എന്തെല്ലാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുവരെ മാർക്കറ്റ് എന്തായിരുന്നു, ഒരു സൈഡ് ആയിരുന്നു, ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. മാർക്കറ്റ് ഇവിടെ വരലുണ്ട്, ഇവിടെ വരുന്നു, ബുള്ളിഷ് പോകുന്നു, ഇവിടെ പോകുന്നു, ബുള്ളിഷ് പോകുന്നു, ഡൗൺ സൈഡ് വരുന്നു, പിന്നെ ബുള്ളിഷ്, ഡൗൺ സൈഡ്, ബുള്ളിഷ് പോകുന്നു, വീണ്ടും ഡൗൺ സൈഡ് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് റിവേഴ്സൽ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിന്നാണ് മാർക്കറ്റ് പിന്നെയും ഒരു ഹൈ മേക്ക് ചെയ്തു, ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു, ഇപ്പോൾ ഇവിടെ റീടെസ്റ്റ് വന്നു, പിന്നെ ഒരു ബുള്ളിഷ് പോയപ്പോഴത്തേക്ക് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഈ ഒരു ലെവല് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. കാരണം വെച്ചാൽ ഇവിടെ മാർക്കറ്റ് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സെല്ലിംഗ് സോൺ ആയിരുന്നു. ഇത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചോടെ ഇതിപ്പോൾ ഒരു ബൈയിങ് സോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ഇത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചു, ഒരു ഹൈ മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ബാക്ക് ടെസ്റ്റ് റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് റീടെസ്റ്റ് വന്നു, ഇവിടെ ബൈയേഴ്സ് എൻട്രി ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് റിവേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ബുള്ളിഷിലോട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ നോട്ട് ചെയ്ത് വെക്കുക. അതായത് 2041, ഓക്കെ, 2040-41 ആ ഒരു ലെവൽ നിങ്ങൾ എന്ത് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. മാർക്കറ്റ് 1 അവർ ടൈം ഫ്രെയിം ആണ്, ഒരു മണിക്കൂറിന്റെ ചാർട്ടാണ്. അപ്പോൾ അത് മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ, മാർക്കറ്റ് വന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡൗൺ സൈഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, കൂടുതൽ ഡൗൺ സൈഡ് ഈ ഒരു ലോനേക്കാളും ഡൗൺ സൈഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതർവൈസ് ഇവിടുന്ന് വീണ്ടും ഒരു റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് പോകും, നല്ലൊരു ഹൈ മേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നോക്കേണ്ടത്. 20-40-41 നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒരു മിനിറ്റ്, വരുന്നുണ്ട്, ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലെവലിൽ നോക്കുക. 20-41 ബ്രേക്ക് ആവുകയാണെങ്കിൽ, ഡൗൺ സൈഡ് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡൗൺ സൈഡ് മാർക്കറ്റ് ഡൗൺ സൈഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതർവൈസ് ഇതുപോലെ റിജക്ഷൻ വീണ്ടും സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബൈ എൻ്റർ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ഹൈ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. മിനിമം ഈ ഒരു ലെവൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലെവലൊക്കെ എന്ത് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 20-80 എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു ലെവലൊക്കെ മാർക്കറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പോയിന്റ് SL വെക്കുക. ഈ ഒരു പോയിന്റ് ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക, അതർവൈസ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് USD ആണ്. ഞാൻ അതിൽ BTC കൂടി പറയുന്നുണ്ട്, ബിറ്റ് കോയിൻ്റെ അനലൈസിങ് കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം USD ചാർട്ട് നോക്കുകയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിം ആണ് ഇവിടെ. അപ്പോൾ ഞാനിവിടെ സെല്ലിംഗ് ആണ് ഇവിടെ കാണുന്നത്, ഒരു ഡൗൺ സൈഡ് ആണ് കാണുന്നത് ഇവിടെ. ഓക്കെ, മാർക്കറ്റ് ഒരു ഹൈ മേക്ക് ചെയ്തു, ഇവിടെ ഈ ട്രെൻഡ് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്, റീടെസ്റ്റ്. മാർക്കറ്റ് വീണ്ടും ഒരു ഡൗൺ സൈഡ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ലെവൽ വരെയൊക്കെ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. USD ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ സെല്ലിങ്ങിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഈ ഒരു ലൈനാണ്. ഓക്കെ, 1.09-850 നിങ്ങൾക്ക് SL വെച്ചിട്ട് എന്ത് ചെയ്യുക, സെല്ലിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇവിടുന്ന് സെല്ലിംഗ് ആണ് കാണുന്നത്. അഥവാ മാർക്കറ്റ് റിവേഴ്സിൽ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുക, ഇത് ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. നിങ്ങളുടെ സെല്ലിംഗ് എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. പിന്നെ ബൈയിങ്ങിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഹൈ ആണ് ഞാൻ SL ആയിട്ട് കാണുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് സംഭവിക്കണം കേട്ടോ. ഇത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. അതർവൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, സെല്ല് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് പ്ലാൻ ചെയ്ത ട്രേഡ് ആണ് ഇത് USD. അപ്പം ഈ ഒരു ലെവൽ നോട്ട് ചെയ്ത് വെക്കുക, ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റ് ഇവിടുന്ന് വേണമെങ്കിൽ സെൽ എൻ്റർ ചെയ്യുക. ഇത് നിങ്ങളുടെ SL വെക്കുക. ടാർഗറ്റ് ലെവൽ എന്ത് ചെയ്യുക, ഈ ലെവലൊക്കെ വെക്കുക. 1:3 ഒക്കെ എന്ത് ചെയ്യുക, ടാർഗറ്റ് ലെവൽ വെക്കുക. മാർക്കറ്റ് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സെൽ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഇത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ എന്ത് ചെയ്യുക, എക്സിറ്റ് ആയിക്കോണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് GBP JPY നോക്കാം. GBP JPY അത്യാവശ്യം നല്ലൊരു ഹൈ ആണ് കഴിഞ്ഞ വീക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നല്ലൊരു റാലി സംഭവിച്ചിട്ടുണ്ട്, മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് പോയി.
ബുള്ളിഷ് പോയി, റീടെസ്റ്റ് വന്നു, വീണ്ടും ഒരു ബുള്ളിഷ് പോയിട്ട് പിന്നെ ഒരു ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ സെല്ലിങ് ചെറിയൊരു യൂറോ USD പോലെ ഒരു സെല്ലിങ് കാണുന്നുണ്ട്. വലിയൊരു കൺഫർമേഷൻ ഇവിടെ വരുന്നില്ല. കാരണം വെച്ചാൽ ഈ ക്യാൻഡിൽസ് ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. വലിയൊരു വോളിയം ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് ഈ ഒരു സെല്ലിങ് തന്നെയാണ്. മാർക്കറ്റ് സെല്ലിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, ഈ ഒരു ലെവലിലോട്ടൊക്കെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നമ്മുടെ SL വെക്കേണ്ടത് ഈ ഒരു പോയിന്റ് ആണ്. 185 750 നമ്മുടെ 750 എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ SL ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഈ ലെവലിലേക്ക് വരികയാണെങ്കിൽ സെൽ എൻ്റർ ചെയ്യുക, നിങ്ങളുടെ SL ഇവിടെ വെക്കുക, ഇത് ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയാണ് എക്സിറ്റ് ചെയ്യുക. പക്ഷെ ഇത് വലിയൊരു കൺഫർമേഷൻ ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ ഇതിന്റെ വോളിയം കാണൊക്കെ നോക്കുമ്പോൾ, പക്ഷേ ടെക്നിക്കലി നമ്മുടെ സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ ഒരു സെല്ലിങ് കാണുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിസ്കിൽ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഏത് ട്രേഡ് ആയാലും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അതിനനുസരിച്ചുള്ള ലോഡ് സൈസ് യൂസ് ചെയ്യുക, റിസ്ക് മാനേജ് ചെയ്യുക, എല്ലാ കാരണം ചെയ്തിട്ട് വേണം ട്രേഡിൽ എൻ്റർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ചാടി കയറി വലിയ ലോട്ട് ഇട്ടിട്ട് ട്രേഡ് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങളുടെ ബാലൻസ് എത്രയാണോ അതിനനുസരിച്ചുള്ള ലോഡ് സൈസ് നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു 3 കറൻസി പെയർ ഇപ്പം ഞാൻ നോക്കുന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബിറ്റ് കോയിനിൽ നോക്കാം. അത് നമുക്കറിയാം, കഴിഞ്ഞ വീക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. അതിൽ ബിറ്റ് കോയിൻ അത്യാവശ്യം നല്ലൊരു ഹൈ മേക്ക് ചെയ്തു. ഓക്കെ, നല്ലൊരു 49,000 അടുത്ത് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൗൺ സൈഡ് ആ ഒരു 2 ദിവസം കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഡൗൺ സൈഡ് വന്നു, 41 സംതിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 42,996 ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് വേണമെങ്കിൽ ഡെയിലി ചാർട്ട് നോക്കാം. ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഞാനൊരു ഡൗൺ സൈഡ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഡൗൺ സൈഡ്, ചെറിയ ഡൗൺ സൈഡ് ഈ ലെവലിലൊക്കെ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. 1 hour ടൈം ഫ്രെയിമിൽ കാണിക്കാം. നിങ്ങളുടെ SL വെക്കേണ്ടത് ചെറിയൊരു SL വരുന്നു, സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. നിങ്ങൾ BTC, ബൈനാൻസിൽ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു SL വരുന്നുള്ളൂ, 43,450 അല്ലെങ്കിൽ 500 നിങ്ങളുടെ SL വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു സെല്ല് എടുക്കാവുന്നതാണ്. 1 hour ടൈം ഫ്രെയിം ആണ്. ഇപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഈ ലെവലിൽ ഇങ്ങനെ മൂവ്മെന്റ് വന്നിട്ട് ഡൗൺ സൈഡ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ SL ആയിരിക്കണം. ഈ യെല്ലോ ലൈനാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ മാർക്കറ്റിൽ എൻ്റർ ചെയ്യരുത്, നിങ്ങൾ സെൽ എൻട്രി ക്ലോസ് ചെയ്തേക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു സെല്ല് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു SL, ഒരു 550 പോയിന്റ് നമുക്ക് SL വരുന്നുള്ളൂ. അപ്പോൾ ചെറിയ ലോട്ടിലാണെങ്കിൽ ചെറിയൊരു ലോസേ നമുക്ക് സംഭവിക്കുന്നുള്ളൂ. അപ്പം ഇത് നിങ്ങളുടെ SL വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. നിങ്ങളും ജസ്റ്റ് അനലൈസ് ചെയ്യുക, മാർക്കറ്റിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിൽ എൻ്റർ ചെയ്യുക. നമ്മൾ പറയുന്ന കണ്ണടച്ച് വിശ്വസിക്കണം ഞാൻ പറയുന്നില്ല, നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ടുള്ള ഒരു വ്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ മാർക്കറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാനൊരു ഡൗൺ സൈഡ് ആണ് BTCയിൽ കാണുന്നത് ഇപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് കാണലൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് ലിങ്ക് കൊടുക്കുന്നുണ്ട് വാട്സാപ്പിൽ, അത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്, ഫോറക്സ് ട്രേഡ് പരമായിട്ട് എന്തെങ്കിലും ഡൗട്ട് കാണലൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴത്ത് ലിങ്ക് ഉണ്ട്, ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, ഫ്രീ ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്ഡേറ്റ്സും കാണലൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.